ഇന്ന് രാവിലെ നേരത്തെ എനിക്ക് കൂളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് സ്കൂളിലേക്ക് വിട്ടിട്ടില്ല കേട്ടോ. അവന് പനി പ്രമാണിച്ചിട്ട് 2 ദിവസം റെസ്റ്റ് എടുത്തോട്ടേ വിചാരിച്ചു. സ്കൂളിലേക്ക് പോയിട്ട് അതുകൊണ്ട് തന്നെ ലെറ്റേഴ്സ് മറക്കാണ്ടിരിക്കാനേ ABCD എല്ലാം വെച്ചിട്ട് അങ്ങനെ എഴുതിപ്പിച്ചു. ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഒക്കെ എല്ലാം എഴുതി കഴിഞ്ഞാൽ അവന്റെ വക കുറെ കോറി കുത്തുണ്ട്. അത് കഴിഞ്ഞ് എന്നോടും ടിക്ക് ഇട്ടിട്ട് വെരി ഗുഡ് ബോയ് എന്നൊക്കെ എഴുതാൻ പറഞ്ഞ സ്റ്റാറൊക്കെ ഇടിപ്പിച്ചു. പറഞ്ഞ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ വക ഒരു ചിരി ഉണ്ട് കേട്ടോ. അതാ കണ്ടോ, ഇത് ഇവിടെ നിർബന്ധമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരത്തെ ചൂടുവെള്ളമൊക്കെ സെറ്റായപ്പോ അവനൊന്ന് കുളിപ്പിക്കാൻ പോയി. കുളിപ്പിക്കല്ല കേട്ടോ, മേല് കഴുകല്. എന്നിട്ട് ഇതാ കുഞ്ഞുവാവനെ എടുത്തോണ്ട് വരണം കേട്ടോ. അതേ കെട്ടിപ്പിടിച്ച് കിടക്കണം കണ്ടില്ലേ. അങ്ങനെ നേരെ പോയിട്ട് നാമം ചൊല്ലലായിരുന്നു കേട്ടോ. ഇന്നലത്തെ പോലെ അല്ല കേട്ടോ, ഇന്ന് പനി ഇത്തിരി ഭേദമുണ്ട്. കഫക്കെട്ട് മാത്രമല്ലോ. അതിനെ ആവി പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ പ്രാർത്ഥന കഴിഞ്ഞിട്ട്. ഇങ്ങനെ ആവി പിടിക്കാതിരിക്കുമ്പോഴേ മൂക്കിലും മുഖത്തൊക്കെ കൂടെ ഇങ്ങനെ കുട്ടികളുടെ വിക്സ് ഇങ്ങനെ പറ്റി കൊടുക്കും കേട്ടോ. സ്ഥിരമായിട്ട് ചെയ്ത് തരുന്നില്ല. അച്ഛൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താലാണ് ആവി പിടിക്കുമ്പോൾ ഗുണം ഉണ്ടാവുള്ളൂ. തലയിൽ കൂടെ വിരിച്ചിട്ടൊക്കെ ആവി പിടിപ്പിക്കാനാ പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഈ തിളച്ച വെള്ളം എങ്ങാനും തട്ടി തെറിഞ്ഞ് അവൻ്റെ മീതിക്ക് പോയല്ലോ. 19, 20, 21. കുട്ടികളെ കൂടെ ഇരുന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ആവുമ്പോൾ അവര് നല്ല പോലെ നമ്മൾ പറയണൊക്കെ അനുസരിച്ച് ആവി പിടിക്കായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ടീഷർട്ടൊക്കെ ഇട്ട് പിന്നെ അതാ കുറച്ചേരം കെട്ടിപ്പിടിച്ചിരുന്ന് പിന്നെ കഞ്ഞി കുടിക്കാൻ പോയിട്ടോ. എന്തെങ്കിലും പനി പോലെ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ദോശ ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല കേട്ടോ. ഇതന്നെ കഞ്ഞിയും ഉപ്പേരി. ഇപ്പൊ മുതിര ഉപ്പേരിയാണ് കേട്ടോ കഞ്ഞിക്ക്. എന്താ വെച്ചാല് ഈ സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുട്ടിയുടെ കൂടെ കുത്തിരിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. ഉപ്പേരി ആവുമ്പോൾ സുഖമായിട്ട് പണി തീർക്കാലോ. ഞാൻ മലവടക്കുന്നല്ലാട്ട് പറയുന്നൊക്കെ കഴിഞ്ഞതാ. ഞാൻ തുണിയോളം അലക്കാൻ വേണ്ടി പോയി. വാഷിംഗ് മെഷീനിൽ ഇട്ടില്ല കേട്ടോ. നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വേഗം തുണിയോളൊക്കെ വിരിച്ചിടാൻ തുടങ്ങി. ചൂടൊക്കെ നല്ല പോലെ വരാൻ തുടങ്ങിയപ്പോഴാട്ടോ അതായത് ഇത് വിരിച്ചിടാൻ തുടങ്ങിയത്. ഈരപ്പരം മരുന്നൊക്കെ കൊടുത്തിട്ട് അവിടെ കിടത്തിയേക്കാണ് കേട്ടോ. കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെ കാർ ഓടിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ വെയിലത്തേക്കിനെ കൊണ്ടുപോകുക. അവന്റെ കട ഒഴിവാക്കി ഇത് പ്രമാണിച്ച് ഞാൻ നല്ല കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കട ഒഴിവാക്കിയപ്പോഴേ സാധനങ്ങളൊക്കെ കൂടെ മാമന്റെ അവിടെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ മാളു തന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. കുഞ്ഞിവളകളും കമ്മല് പൊട്ട് അങ്ങനെ കുറെ സാധനങ്ങളേക്ക് തന്നു കേട്ടോ. ഇതായിരുന്നു കേട്ടോ എന്റെ ഫേവറേറ്റ്. കുറെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ആളുമായിട്ട് എന്നെ ഇങ്ങോട്ട് എത്തിച്ചു. അപ്പൊ താങ്ക് യു മാളു.